അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, ഞാൻ എൻ്റെ വാലിദൈനിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് അപ്പോൾ ഇജാസത്ത് കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫജ്ർ നിസ്കരിച്ചു സഹാബികളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. ഞാൻ ആദ്യം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അപ്പോൾ എനിക്ക് ഇജാസത്ത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഇജാസത്ത് കിട്ടിയിട്ടുണ്ടോ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക. അങ്ങനെ ഖബർ സിയാറത്ത് ജായിസാക്കിയിട്ടുണ്ടോ? ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾക്ക് ആഖിറത്തിന്റെ പേടി ഉണ്ടാവട്ടെ എന്ന്. ഖബറിന്റെ അടുക്കൽ പോകുന്നതിന്റെ ഉദ്ദേശം അത് നിങ്ങൾക്ക് ഒരു വാർണിംഗ് ആണ്. അതുകൊണ്ട് ആഖിറത്തിന്റെ പേടി ഉണ്ടാവട്ടെ എന്ന്. പിന്നെ അവിടെ കിടന്ന ആൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഏത് ഖബറിന്റെ അടുക്കൽ പോയാലും പറയേണ്ടത്, യാ അല്ലാഹ്, ഇതിൽ കിടന്ന ആളുടെ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും മുമ്പ് ചെയ്തതും ശേഷം ചെയ്തതുമായ എല്ലാ ദോഷങ്ങളെ നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന്. അങ്ങനെ ഖബർ സിയാറത്തിന് പെർമിഷൻ നൽകിയിട്ടുണ്ട്. എന്തിന്? ആഖിറത്തിന്റെ ചിന്ത വരാൻ വേണ്ടി. ഇനി ഖബറും മക്ബറയും ഒന്നേയാണോ? അല്ല. ഖബർ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൊയ്യെടുത്ത് അതിൽ തന്നെ ദഫൻ ചെയ്യുന്നതാണ്. ഇനി മക്ബറ എന്ന് പറഞ്ഞാലോ, താഴെ ഖബർ ഉണ്ടാകും, അതിന്റെ മേൽ ടൈൽസ് എല്ലാം ഇട്ട് പൊക്കിക്കെട്ടുന്നു, പിന്നെ അതിന്റെ മേൽ പച്ചപ്പട പൂകൾ, പിന്നെ അതിന്റെ മേൽ മിനാറ്, ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഹദീസിൽ പറഞ്ഞത് എവിടേക്ക് പോകാനാണ്? അത് ഖബറിന്റെ അടുക്കലിലേക്കാണ്, ആഖിറത്തിന്റെ ചിന്ത വരാൻ വേണ്ടി. ഇനി മക്ബറയും ഖബർ തന്നെയല്ലേ? അല്ല. ഇനി നിങ്ങൾക്ക് രണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞു തരാം. ഖബർ എന്ന് പറഞ്ഞാൽ പോകാൻ ഇഷ്ടമില്ലാത്ത, പേടിയാകുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് പോയി തിരിച്ചു വന്നാൽ മനസ്സിലേക്ക് ബേജാറാകുന്നു, പേടിയാകുന്നു ദുനിയാവിനെ പറ്റിയിട്ട്. എത്ര വലിയ ആളായിരുന്നു, എത്ര പണം ഉണ്ടായിരുന്നു, എത്ര പവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തായി? മരിച്ചു, ദഫൻ ചെയ്തു. ഖബറിന്റെ ഹാലത്ത് നോക്കുക, അത് ഉള്ളിലേക്ക് പോകുന്നു, ഇടിയുന്ന ചാൻസസ് ഇരിക്കുന്നു. അതിന്റെ മുകളിൽ കീടങ്ങൾ, പ്രാണികൾ, പാമ്പുകൾ, ചേളുകൾ, ഇങ്ങനെയെല്ലാം കാണാൻ സാധിക്കുന്നു. ചൂടിന്റെ സമയത്ത് അവിടെ തന്നെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു, മഴ വന്നാൽ ചണ്ടിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ കണ്ടാൽ ദുനിയാവിന്റെ മേൽ കോപം വരുന്നു, അള്ളാഹുവിന്റെ മേൽ ഖൗഫ്, പേടി ഉണ്ടാകുന്നു, ആളുകൾ ദീനിലേക്ക് അടുക്കുന്നു. അവിടെ പോയിട്ടും ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അത് തെറ്റാണ്, പാടില്ലാത്തതാണ്. ഇനി മക്ബറ. ഇനി മക്ബറയിലേക്ക് പോകാൻ നമ്മളുടെ മനസ്സിലേക്ക് സന്തോഷമുണ്ടാകുന്നു. അതിനുവേണ്ടി പ്ലാനിങ്സ് നടക്കുന്നു. ഫാമിലിക്കും ഫ്രണ്ട്സിലേക്കും നാം ഇന്ന് പോയല്ലേ എന്ന് പ്ലാനിങ്സ് ചെയ്യുന്നു. പുതിയ പുതിയ വസ്ത്രം ധരിക്കുന്നു. അവിടേക്ക് പോകാൻ വാഹനങ്ങളെ അറേഞ്ച് ആക്കുന്നു. കോൾഡ് ഡ്രിങ്ക്സ്, സ്നാക്സ്, ഇങ്ങനെയെല്ലാം കൊണ്ടുപോകുന്നു. ഇനി അവിടുത്തെ ലൈറ്റിങ്സ് എല്ലാം കണ്ട് ചിലർ മാഷാ അല്ലാഹ് എത്ര ചന്തമാണ്, ഇങ്ങനെ തന്നെ ആക്കണം എന്നുള്ള പറയുന്നു. പിന്നെ മക്ബറയുടെ അരികിലേക്ക് പോകുമ്പോൾ നല്ല സുഗന്ധം വരുന്നു, അവിടെ തന്നെ ഇരിക്കാൻ മനസ്സ് വരുന്നു. ഇങ്ങനത്തെ എല്ലാം വിരിപ്പ് ഇട്ടിട്ടിരിക്കുന്നു, പൂകൾ, ജുമ്മർ ലൈറ്റ്സ്, അത് ഇത് അങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില സമയത്ത് അവിടെ പാട്ടുമുട്ടുകളെല്ലാം ഇരിക്കുന്നു, ആൾക്കാർ അവർക്ക് പണം കൊടുക്കുന്നു, അവിടെ തന്നെ ഇരിക്കാൻ മനസ്സ് വരുന്നു. അതെ, ഖബറിന്റെ അടുക്കൽ പോയാലോ പോകാനേ പേടിയാകുന്നു. അപ്പോൾ ശരീഅത്തിൽ ഹുക്കുമു തന്ന സിയാറത്ത് അത് ഖബറിന്റേതാണ്, മക്ബറയുടേതല്ല. ഇതാണ് രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾക്ക് മഗ്ഫിറത്തിന്റെ ദുആ ചെയ്യണമെങ്കിൽ അവിടേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നാം ദുആ ചെയ്യാവുന്നതാണ്. അള്ളാന്റെ വലിയുകൾ, സഹാബാക്കൾ, താബഈങ്ങൾ, മുഫസ്സിറിങ്ങൾ, മുഹദ്ദിസീങ്ങൾ, മുജാഹിദീങ്ങൾ ഇവരെ മേലും ചെയ്യാവുന്നതാണ്. എന്തെന്ന് വെച്ചാൽ, ഇനി അവിടേക്ക് പോയാൽ എവിടെ ശിർക്ക് ബിദഅത്ത് നടക്കുമോ എന്ന്. ഇനി നാം അവിടെ പോയാൽ ആരോടെല്ലാം നമ്മൾക്ക് പറയാം, നാം ശിർക്ക് ബിദഅത്ത് ചെയ്യാൻ വന്നതല്ല, മഗ്ഫിറത്തിന്റെ മർഹമത്തിന്റെ ദുആ ചെയ്യാൻ വന്നതാണ് എന്ന്. ഖബറിന്റെ അരികിലേക്ക് പോവുക അത് അഫ്ളലാണ്, മക്ബറയിലേക്കല്ല. ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നൊരായത്താണെങ്കിലും ശരി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.